പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിന്റെ ആ ചിന്ത നമ്മളെ എപ്പോഴും ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും നമുക്ക് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ആഹാരമായി, അതായത് നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എക്കോസിസ്റ്റം, അതായത് അവനിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് മത്സ്യങ്ങള്, മീൻ, വെള്ളത്തിനകത്ത് അവ ജീവനോടെ സേഫ് ആയിരിക്കുന്ന പോലെ തന്നെ മനുഷ്യന് വെള്ളത്തിന് പുറത്ത് നമ്മുടെ സാധാരണ വായുവാണ് നമുക്ക് ആവശ്യം. ഇത് പറഞ്ഞ പോലെ തന്നെയാണ് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനമാണ് അവന്റെ പ്രാണവായു. കാരണം അവൻ വചനത്താൽ വീണ്ടും ജനിച്ചത്. അനേകരുടെ ജീവിതത്തിൽ പലരും പറയുന്നതായ സഹതാപ തരംഗത്തോട് അവരുടെ ജീവിതത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സഹതാപത്തോടുകൂടെ, സെൽഫിറ്റിയോടുകൂടെ അവർ പറയും, എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയത് ശരിയല്ല, എന്നെ അമ്മ കൺസീവ് ആയിരുന്ന സമയത്ത് അവരുടെ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊക്കെ എന്നെ ബാധിച്ചു. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ആ നിലയിലുള്ള കാര്യങ്ങളെല്ലാം എന്നെ സ്വാധീനിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന എല്ലാ കുറവുകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അതൊന്നും ഇനി ഇത് റെക്ടിഫൈ ചെയ്യാൻ, അതൊന്നും പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല, കാരണം അത് ജന്മന എനിക്കുണ്ടായ ചില പ്രയാസങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിൽ അതായിരിക്കത്തില്ല. അവരുടെ ശൈശവ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല വിധത്തിലുള്ള വെല്ലുവിളികൾ, കുടുംബത്തിനകത്ത് മാതാപിതാക്കളിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകാവുന്ന ചില വെല്ലുവിളികൾ, അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചിട്ടുള്ളതായ ചില സമ്മർദ്ദങ്ങൾ ഒക്കെയും അവരുടെ ജീവിതത്തിൽ അവരൊരു വലിയ പോരായ്മയായിട്ട് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അവരിപ്പോൾ ആയിരിക്കുന്ന സകല അവസ്ഥകൾക്കും കാരണം അവരുടെ ജനന സമയത്തുണ്ടായ ചില പ്രശ്നങ്ങളാണ്, അതിനോട് ചേർന്നുണ്ടായ ചില വിഷയങ്ങളാണ്, സാമ്പത്തികമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണ്, അതുപോലെ തന്നെ മറ്റ് റിലേറ്റീവ്സിൽ നിന്ന്, അല്ലെങ്കിൽ അയൽവക്കക്കാരിൽ നിന്ന്, സ്കൂളിൽ പഠിച്ച സമയത്ത് അവിടെ സഹപാഠികളിൽ നിന്നുണ്ടായ ചില പ്രയാസങ്ങളാണ് എൻ്റെ പേഴ്സണാലിറ്റിയെ മാറ്റിയത് എന്നൊക്കെ ചിലര് അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾക്ക് അവരവരുടെ ജീവിതത്തിലുള്ള ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെയും ചുറ്റുപാടുകളെയും ഒക്കെയും ഒരു കാരണമായി പറയാറുണ്ട് പലരുടെയും ജീവിതത്തിൽ. ഞാൻ അങ്ങനെ അനേകരെ കണ്ടിട്ടുണ്ട്, അനേകരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഒരു പരിധിവരെ ഒരു കാലത്ത് ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, എൻ്റെ സ്വഭാവത്തിൽ ഇന്ന പരിമിതികളുള്ളത്, ഇന്ന കുറവുകൾക്കെല്ലാം കാരണം എൻ്റെ ജീവിത പശ്ചാത്തലമാണ് എന്ന് പലപ്പോഴും എന്നെ കുറിച്ച് തന്നെ ഞാൻ സഹതപിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ എന്നിലുണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ദൈവവചനത്തിൽ നിന്നൊരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഇടയാക്കി. അതായത് ഹല്ലേലൂയ, ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരുവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചാലല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ, കടക്കുവാൻ കഴിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. 3-ാം വാക്യത്തിൽ വീണ്ടും ജനനത്തെ കുറിച്ച് മാത്രം പറയുമ്പോൾ 5-ാം വാക്യം പറയുന്നത് ആത്മാവിനാലും വെള്ളത്താലും ജനിക്കുക എന്നതിനെ എടുത്തു പറയുന്നു. തുടർന്ന് അതിനോട് ചേർന്ന് പറയുന്ന വാക്യമാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്. അപ്പൊ അങ്ങനെ വീണ്ടും ജനിച്ചൊരു വ്യക്തി നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. ദൈവവചനത്തിന്റെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. അതെ, വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക, നിലനിൽക്കുന്നതും ജീവിക്കുന്നതുമായ വചനത്താൽ വീണ്ടും ജനിച്ചവർ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ച പശ്ചാത്തലത്തിന്റെ, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളുടെ പല വിധത്തിലുള്ള കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ആയിരിക്കാം നമ്മുടെ ജീവിതാവസ്ഥ. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു വളരെ വസ്തുതാപരമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ വീണ്ടും ജനിച്ചതോടുകൂടെ നിങ്ങളുടെ ജനന സംബന്ധമായി നിങ്ങളിൽ ഉണ്ടായ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾ ജനിച്ച കുടുംബത്തിന്റെ, നിങ്ങൾ വളർന്ന പശ്ചാത്തലത്തിന്റെ അത് നിമിത്തം ഉണ്ടായ എല്ലാ കുറവുകളും ബലഹീനതകളും പരിഹരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, നിങ്ങളിൽ വചനത്താൽ വീണ്ടും ജനിച്ചതുകൊണ്ട് ആ വചനത്തിന്റെ സകല ഫലങ്ങളും നിങ്ങളിൽ പുറപ്പെടും, നിങ്ങളിൽ വെളിപ്പെടും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ, വചനം ചിന്തിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ പറഞ്ഞ് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഹല്ലേലൂയ, ഞാൻ ജഡപ്രകാരം ജനിച്ചവനല്ല, ആത്മപ്രകാരം ജനിച്ചവനാകൊണ്ട്
ജഡപ്രകാരം ജനിച്ച ഒരു വ്യക്തിയിൽ വരാവുന്ന ഒരു പ്രയാസങ്ങളും ദോഷങ്ങളും എന്റെ മേൽ വാഴുകയില്ല. ഞാൻ ആത്മാവിൽ ജനിച്ചവനാ. അതുകൊണ്ട് വചനത്താൽ ജനിച്ച, ആത്മാവിൽ ജനിച്ച എന്റെ ജീവിതത്തിനകത്ത് ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും എന്നെ പിന്തുടരും. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പിച്ച് നമ്മുടെ ജീവിതത്തോട് നമ്മളോട് തന്നെ പറഞ്ഞു ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും ജനിച്ചവനാണ്. അതുകൊണ്ട് രോഗം എന്നിൽ വാഴാൻ ഞാൻ അനുവദിക്കത്തില്ല, ശാപം എന്നിൽ വാഴാൻ ഞാൻ അനുവദിക്കത്തില്ല, പ്രതികൂലങ്ങൾ എന്നെ വാഴാൻ ഞാൻ അനുവദിക്കത്തില്ല, തോൽവി എന്റെ മേൽ വാഴുകയില്ല, നിരാശ എന്റെ മേൽ വാഴുകയില്ല. അത് ഏത് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കെതിരെ ആ നിലത്തിൽ ആ തരത്തിലുള്ള വെല്ലുവിളികൾ എഴുന്നേറ്റ് നിന്നാലും നിങ്ങളുടെ അകത്ത് വചനത്തിന്റെ കേൾവി നിങ്ങളെ ഉറപ്പിക്കും, നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ പ്രയോജനമുള്ളവരായി ഫലമുള്ളവരാക്കി തീർക്കും. പ്രൈസ് ഗോഡ്. ഒരിക്കലും അതുകൊണ്ട് ദൈവവചനത്തിന്റെ ആ സത്യത്തെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം സർവശക്തനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പോയ സമയം ഇതാണ്. അവിടെ യഹൂദന്മാർക്ക് ഒരു ഉത്സവം ഉണ്ടാകിയാൽ യേശു അങ്ങോട്ട് പോയി. യേശു അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മൾ വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപങ്ങളുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. അവിടെ ആട്ടുവാതിൽ, അതായത് യാഗത്തിനുള്ള മൃഗങ്ങളെ, ആടുകളെ കൊണ്ടുപോകുന്ന വാതിലാണ്. അവിടെ നമുക്കറിയാം പല വിധത്തിലുള്ള യാഗങ്ങൾ അവിടെ അർപ്പിക്കുന്നത്. നിരന്തരമായ യാഗം അവിടെ അർപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ദേവാലയത്തിൽ. അപ്പോൾ ആ പ്രാകാരത്തിൽ, യാഗപീഠത്തിൽ യാഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനേകർ അവരുടെ ജീവിതത്തിന്റെ നന്ദി അർപ്പണത്തിനായും കുഞ്ഞുങ്ങളെ അർപ്പിക്കുന്നതിനായും അതുപോലെ തന്നെ പാപപരിഹാരത്തിനായും ആടുകളെ കൊണ്ട് അവർ കടന്നു പോകുന്ന വാതിലാണ് ആട്ടുവാതിൽ. ആ വാതിലിലൂടെ കടന്നു പോകുമ്പോൾ ആട്ടുവാതിലിനോട് ചേർന്നൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ പേര് ബെഥെസ്ദ. ബെഥെസ്ദ എന്ന് പറഞ്ഞാൽ, ബെത്ലഹേം എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ബ്രെഡ്. ബെഥെസ്ദ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് മേഴ്സി, കൃപയുടെ ഭവനം, അതായത് കരുണയുടെ ഭവനം എന്നാണ് ബെഥെസ്ദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ബെത്ലഹേം എന്ന് പറയുമ്പോൾ അത് ഹൗസ് ഓഫ് ബ്രെഡ്. ബെഥെസ്ദ എന്ന് പറയുമ്പോൾ അത് ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ വീട്, കരുണയുടെ ഭവനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെ ആ പേരുള്ളതായ ബെഥെസ്ദ എന്ന കുളത്തിന്റെ കരയിൽ 5 മണ്ഡപങ്ങളുണ്ട്. 5 മണ്ഡപം എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുന്ന സംഖ്യ അത് കൃപയെ കുറിക്കുന്ന സംഖ്യയാണ്. കൃപയെ കുറിച്ച് പറയുന്നതാണ് 5 എന്ന് പറയുന്ന സംഖ്യ. അപ്പോ 5 മണ്ഡപങ്ങൾ, കൃപ. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത്, ആ കൃപ ഉള്ള 5 മണ്ഡപങ്ങളുള്ള ആ സ്ഥലത്ത് ഹൗസ് ഓഫ് മേഴ്സി, അവിടെ കൃപയുടെ ഭവനം എന്ന് പറയുന്ന സ്ഥലത്ത് ദേവാലയത്തിനകത്ത് പൊതുവെ രോഗികളും പ്രയാസമുള്ളവരും പ്രവേശിച്ചു കൂടാ. മുടന്തന്മാർക്കൊന്നും അവിടെ പ്രവേശനമില്ല. പക്ഷെ ഇവിടെ ഈ ബെഥെസ്ദ കുളത്തിന്റെ, അതായത് ഈ ആട്ടുവാതിനോട് ചേർന്നുള്ള 5 മണ്ഡപങ്ങളുള്ള കുളക്കരയിൽ സകലവിധ രോഗികൾക്കും വന്ന് അവരുടെ രോഗസൗഖ്യം പ്രാപിക്കാവുന്ന ഒരു സ്ഥലമാണ് സ്ഥലം. യേശുവാകുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് ആട്ടുവാതിലിൽ കൂടെ ബെഥെസ്ദ, ഹൗസ് ഓഫ് മേഴ്സി, കൃപയുടെ ഭവനത്തിലേക്ക്, കരുണയുടെ ഭവനത്തിലേക്ക് അവൻ കടന്നു വരിക. അങ്ങനെ യേശു അവിടെ കടന്നു വരുമ്പോൾ അവിടെ പല വിധത്തിലുള്ള രോഗികൾ അവിടെ ഉണ്ട്. ഒരുപക്ഷെ ആയിരക്കണക്കിന് രോഗികൾ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്. അവിടെ അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അവിടെ ദൂതൻ സമയാസമയങ്ങളിൽ ഇറങ്ങി ആ കുളം കലക്കും. അപ്പൊ അവിടെ വെള്ളം കലക്കുക, വെള്ളം കലങ്ങിയ ശേഷം അവിടെ കുളം കലക്കും. ദൂതൻ ഇറങ്ങി കുളം കലക്കും. അപ്പൊ ദൂതൻ എന്ന പദം നിങ്ങൾ കേൾക്കുമ്പോൾ, ദൂതൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ അതിന് ഇംഗ്ലീഷിൽ അതിന് പറയപ്പെടുന്നുണ്ട്. ഒന്ന് മെസ്സഞ്ചർ, 2 ഏഞ്ചൽ. അപ്പൊ അതിന് 2 തലത്തിൽ അത് കാണാൻ സാധിക്കും. ദൂതന്മാരെന്നും ദൂതവാഹി എന്നും 2 രീതിയിൽ കാണാൻ കഴിയും. അപ്പൊ ഇതൊരു നമുക്കെല്ലാവർക്കുമുള്ള ഒരു അടയാളമായിട്ടാണ് ഈ ബെഥെസ്ദ കുളത്തിലെ സംഭവം അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അതായത്
ദൂതൻ എന്ന് പറയുമ്പോൾ ദൂതുമായി വരുന്നവൻ, മെസ്സഞ്ചർ, ദൂതുമായി വരുന്നവൻ, ദൂതുവാഹകൻ. വെള്ളം കലക്കി. വെള്ളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എഫേസ്യ ലേഖനത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ, 5-ാം അധ്യായം 26-ാം വാക്യം. അപ്പൊ വചനത്തോടുകൂടിയ ജലസ്നാനം, വചനത്തെ ജലത്തോട് ഉപമിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ വെള്ളം കലക്കുക എന്ന് പറയുമ്പോൾ വചനം പറയുക. ആരാണ്? ദൂതൻ ഇറങ്ങിക്കൊള്ളം കലക്കും. മെസ്സഞ്ചർ മെസ്സേജ് പറയുമ്പോൾ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: അവിടെ മെസ്സേജ് കേൾക്കുമ്പോൾ, ദൂത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കുളം കലങ്ങുമ്പോൾ, ആ വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ചാടുന്നത് ഏത് തരത്തിലെ രോഗമുള്ള വ്യക്തിയാണെങ്കിലും സൗഖ്യമാകും. അതാണ് അവിടെ പറയുന്നത്. ഏത് തരത്തിലെ രോഗമുള്ള വ്യക്തിയാകട്ടെ സൗഖ്യമാകും. അപ്പോഴവിടെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്കും എനിക്കും സൗഖ്യം പ്രാപിക്കാനുള്ള യോഗ്യത, സൗഖ്യം പ്രാപിക്കാൻ നമുക്ക് കഴിയുമെന്നതിനെ വെളിപ്പെടുത്താനായിട്ടാണ് ഈ ഒരു സംഭവത്തെ സുവിശേഷത്തില്, ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിൽ ആർക്ക് വേണമെങ്കിലും കടന്നു ചെല്ലാം. ആരുമാകട്ടെ, ഏത് രോഗമോ ഏത് ഭാരമോ പ്രയാസമോ ഉള്ള വ്യക്തിക്കും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടി വരാനുള്ള യോഗ്യതയുണ്ടെന്ന് കാണിക്കുന്നതാണിത്. കാരണം ഇത് ഹൗസ് ഓഫ് മേഴ്സി, ഇത് കൃപയുടെ, കരുണയുടെ സ്ഥലമാണ്, കരുണയുടെ സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും, ദേവാലയത്തിന്റെ മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ മുടന്തർ, അങ്ങനെയുള്ളവർക്ക് ആർക്കും, കുരുടർക്കും ആർക്കും പ്രവേശിക്കാൻ യോഗ്യതയാണ്. പക്ഷെ ഇവിടെ ഈ ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ, ഈ 5 മണ്ഡപത്തിൽ എല്ലാവർക്കും വരാം, വന്ന് അവിടെ സൗഖ്യം പ്രാപിക്കാം, അവിടെ വിശ്രമിക്കാം, അവിടെ പാർക്കാം. അവിടെ നമ്മൾ കാണുന്നത് 38 വർഷം ഒരു വ്യക്തി അവിടെ കടന്നു എന്നല്ല നമ്മൾ കാണുന്നത് ഈ അധ്യായത്തിൽ. അപ്പൊ അവിടെ യേശുവാകുന്ന ആട് ലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞ വാക്കാണ്, ലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ ഇതുവരെയും അവിടെ പ്രവേശിച്ചതെല്ലാം സാധാരണ ആടുകൾ, പാപത്തിന് താൽക്കാലിക പരിഹാരം വരുത്തുന്ന ആടുകളാണ് ഇതുവരെയും പ്രവേശിച്ചത്. എന്നാൽ ഇത് ആദ്യമായി പാപ പരിഹാരത്തിനു വേണ്ടി ദൈവത്തിന്റെ കുഞ്ഞാട്, മനുഷ്യർ അവരുടെ ഉടമസ്ഥതയിലുള്ള ആടുകളുമായിട്ട് അവിടെ വന്നെങ്കിൽ, ഇതാ ആളുകളുടെ, മനുഷ്യരുടെ ഉടമസ്ഥനായവൻ, ഉടയവനായവൻ തന്നെ അതിൽ പ്രവേശിക്കുകയാണ് ആട്ടുവാതിൽ കൂടെ. അവിടെ പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അവിടെ അതിന്റെ 5-ാമത്തെ വാക്യം, എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷം അവൻ രോഗിയായിട്ട് അവിടെ കിടക്കാം. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ചാടുന്നവൻ, അവൻ ഏത് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യനായാലും അവന് സൗഖ്യം വരും. അപ്പൊ അവിടെ കാണിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതായത് മെസ്സഞ്ചർ, പ്രസംഗിക്കുന്നവൻ, വചനം പറയുന്ന ആൾ, സന്ദേശം പറയുന്ന വ്യക്തി, ദൂത് പറയുന്ന വ്യക്തി, വെള്ളം കലങ്ങുക, വചനത്തെ അതായത് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം ചാടുക എന്ന് പറയുമ്പോൾ അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുക എന്ന തലത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതായത് ദൈവവചനം കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വളരെ ലാഘവത്തോടെ എടുക്കും. കാരണം അത് സൗജന്യമാണ്. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി ചെയ്ത് അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ഫലം പ്രാപിച്ച് ശീലിച്ച നമുക്ക് വചനം കേട്ട് അത്ഭുതം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർണ്ണ വിശ്വാസത്തിലേക്ക് നമുക്കത് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാക്കാൻ. എന്നാൽ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു വളരെ വസ്തുതാപരമായ ഒരു കാര്യം, ഹല്ലേലൂയ, ആമേൻ, ദൈവവചനത്തിനാണ് മറ്റെന്തിനും, നമ്മുടെ പ്രവർത്തികൾക്കോ നമ്മുടെ ഗിവിങ്ങിനോ നമ്മുടെ കൊടുക്കലുകൾക്കോ നമ്മുടെ പ്രവൃത്തികൾക്കോ എന്തിനും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കാവുന്നതിനപ്പുറം ചെയ്യുവാൻ ശക്തിയുണ്ട് ദൈവവചനത്തിന്. ആമേൻ. അതുകൊണ്ട് വചന കേൾവിക്കും വചനത്തോടുള്ള പ്രതികരണത്തിനും ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കണം. ആമേൻ. അതിലൊരു വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യരുത്. ഇവിടെ പറയുന്നത് വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ചാടുന്നവൻ, അതായത് ആ വചനത്തിന് അതെന്നോടാണ്, എന്റേതാണ് എന്ന
എന്ന പ്രാധാന്യത്തോടുകൂടെ വചനത്തെ കാണുമ്പോൾ അവൻ ആരുമാകട്ടെ, ഏത് മാരക രോഗമുള്ള വ്യക്തിയാണെങ്കിലും അത്ഭുതകരമായ സൗഖ്യം നൽകുവാനായിട്ട് കർത്താവിന് കഴിയും. അപ്പൊ ഇവിടെ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഈ 5 മണ്ഡപങ്ങൾ, 5 മണ്ഡപങ്ങളിൽ കർത്താവ് അവിടെ എത്തി. അവിടെ ഒരുവൻ കിടക്കുന്നു. 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ കിടക്കുന്നത് യേശു കണ്ടു. 38 വർഷമായി കിടക്കുന്നവനാണ്. യേശു അവനെ കണ്ടു. വചനം തുടർന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഏറിയ കാലമായി എന്ന് യേശു അറിഞ്ഞു. ഇങ്ങനെ ഏറിയ കാലമായി എന്ന് യേശു അറിഞ്ഞു. അപ്പൊ അവിടെ ഏറിയ കാലമായി എന്ന് യേശു അറിഞ്ഞിട്ട്, ഹല്ലേലൂയ, ആമേൻ, അവിടെ അവനെ കുറിച്ച് പറയുന്നത് 38 ആണ്ട്. ഈ 38 എന്ന് പറയുന്ന വർഷത്തെ നമ്മൾ പഴയ നിയമ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകത്തില് ജനം അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര, ആ കഴിഞ്ഞ 38 വർഷം അവർ മരുഭൂമിയുടെ വരൾച്ചയും ഞെരുക്കവും പലതരത്തിലെ പ്രയാസങ്ങളിൽ കൂടെ വന്നു എന്ന് വേണം പറയാനായിട്ട്. എന്നാൽ ഈ കഴിഞ്ഞ 38 വർഷം അവർക്കുണ്ടായിരുന്ന ഒരു പ്രയാസമുണ്ട്. പിറുപിറുക്കുന്നവരാ, കുറ്റം പറയുന്നവരാ, എപ്പോഴും അവരുടെ ജീവിതത്തിനകത്ത് മുന്നോട്ട് നോക്കുന്നതിൽ വരെ പുറകോട്ട് നോക്കുന്നവരാ. ഞങ്ങളുടെ പഴയകാല ജീവിതമായിരുന്നു നല്ലത്, അതായിരുന്നു ഏറ്റവും നല്ലത്, അതായിരുന്നു ഏറ്റവും നല്ലത് എന്ന് അവരെപ്പോഴും പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നവരായിരുന്നു. അവർക്ക് ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് നന്ദി പറയുന്നതിനേക്കാളും അപ്പുറമായി അവരുടെ സന്തോഷം കഴിഞ്ഞ നാളുകളിൽ അവരെ വ്യക്തിപരമായി കടന്നുപോയ വേദനകൾ, പ്രയാസത്തിലൂടെ, ആ ഞെരുക്കത്തിലൂടെ ഭക്ഷണം കഴിച്ചതിലായിരുന്നു അവരുടെ സന്തോഷം. ദൈവം നൽകുന്ന മന്നയും ദൈവം നൽകുന്ന കാടപ്പക്ഷിയും ദൈവം നൽകുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊവിഷനും അവർക്ക് വലുതല്ല. ആ ഒരു തലത്തിലെത്തിയിരുന്ന അവരെ 38-ാമത്തെ വർഷത്തിലാണ് അവരില്, അതായത് അവരുടെ പഴയ തലമുറയെല്ലാം മാറി ഒരു പുതിയ തലമുറ ഉണ്ടായ കാലഘട്ടമാണ് 38-ാമത്തെ വർഷം എന്ന് പറയുന്നത്. അതിന് തുടർന്നുള്ള 2 വർഷ കാലഘട്ടമാണ് അവർ എഴുന്നേറ്റ വർഷമെന്ന് നമുക്ക് ചരിത്രത്തിൽ പഠിക്കാൻ സാധിക്കും. 38 വർഷം എന്ന് പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിനകത്ത് ഇയർ ഓഫ് കോൺഫിഡൻസ്, ഇയർ ഓഫ് ലിബർട്ടി. അപ്പം അവരുടെ ജീവിതത്തിനകത്ത് അവർ എഴുന്നേറ്റ വർഷം, അവരൊന്ന് എഴുന്നേറ്റ് ശക്തി പ്രാപിച്ചൊരു വർഷം, അവർ എഴുന്നേറ്റ് പിടിച്ചടക്കാനായിട്ട് സാധിക്കുമെന്ന് അവരുടെ അകത്ത് തന്നെ ഉറപ്പ് വന്നൊരു വർഷം. ആ കാലഘട്ടത്തിൽ, ആ നാളുകളിൽ, ഹല്ലേലൂയ, ആമേൻ, അവര് തുടർന്ന് നമുക്കറിയാം യോശുവ മുഖാന്തരം ദൈവം അവർക്ക് അവരുടെ വസ്തുക്കളെ, അവരുടെ ദേശത്തെ വിഭാഗിച്ചു നൽകി, വാഗ്ദത്ത ഭൂമിയെ വിഭാഗിച്ചു നൽകി. അപ്പം ഇയർ ഓഫ് 38 എന്ന് പറയുന്നത് എഴുന്നേൽക്കുക, അതായത് പിടിച്ചടക്കാനായിട്ട് എഴുന്നേൽക്കുന്ന ഒരു വർഷം. ആ അർത്ഥത്തിലാണ് ഇയർ ഓഫ് 38 നമ്മൾ കാണുന്നത്. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 38 വർഷം ആ കുളക്കരയിൽ കിടക്കുക. അവന് ഒരു സൗഖ്യം പ്രാപിക്കാൻ കഴിയുന്നില്ല, വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ല. യേശു അവനോട് വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്: മകനെ, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അതായത് ദൂതൻ വെള്ളം കലക്കി അവിടെ നിനക്കൊരു അത്ഭുതം പ്രാപിക്കാനായിട്ടാണ് നീ വെയിറ്റ് ചെയ്യുന്നത്. യെസ്, ഐ നോ, നീ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുന്നതിനേക്കാളും ശക്തമായിട്ട് ഇവിടെ നിന്റെ വിശ്വാസത്തെ ഒന്ന് ഇളക്കുക, നിന്റെ മനസ്സിനെ ഒന്ന് ഇളക്കുക, നിന്റെ മനസ്സിനകത്തുള്ള ചില കാര്യങ്ങളൊന്ന് കേട്ട, അതൊന്ന് ഇളക്കിക്കളഞ്ഞ, അതിനെ ഒന്ന് നിന്റെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റുക. നിന്നെ ഞെരുക്കുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ തളർത്തുന്ന ആ ചില വിഷയങ്ങൾ നിന്റെ അകത്തുനിന്ന് പറിച്ചു മാറ്റിയ നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുത സൗഖ്യം നടക്കാൻ സാധ്യതയുണ്ട്. നിനക്ക് സാധിക്കുമോ? നിനക്ക് മനസ്സുണ്ടോ? കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? നീ പല എഫേർട്ട് നീട്ടു, പലവട്ടവും ഇത് അവിടെ പോകാനായിട്ട് നീ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല, നിനക്ക് എത്തിച്ചെല്ലാൻ പറ്റിയില്ല. പക്ഷെ കർത്താവ് ചോദിക്കുക, നിന്റെ ശരീരത്തിന്റെ എഫേർട്ട്, നിന്റെ പുറമേയുള്ള നിന്റെ ശ്രമങ്ങളുടെ അപ്പുറമായിട്ട്, ആ പരിശ്രമത്തിനപ്പുറമായി നിനക്ക് മനസ്സുണ്ടോ ശുദ്ധമാകാനായിട്ട്? നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ ഹല്ലേലൂയ ഉടൻ തന്നെ അവൻ പറഞ്ഞൊരു കാര്യം, 2 കാര്യമാണ്. 1, എന്നെ സഹായിക്കാൻ ആരുമില്ല. 2, എനിക്ക് ആരും അവസരം തരുന്നില്ല. 2 കാര്യങ്ങളാണ് അവനോട് പറയുന്നത്. 1, ഞാൻ ചെല്ലുമ്പോൾ മുൻപേ എനിക്ക് മുമ്പായി ഒരുത്തൻ ഇറങ്ങും.
എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. അപ്പൊ അവിടെ പറഞ്ഞ കാര്യം ഇതാണ്, എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരു എനിക്ക് മുമ്പായി. അപ്പോ അവിടെ അവന്റെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന വല്ലാത്തൊരു അസ്വസ്ഥത എന്ന് പറയുന്നത് ഇതാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് സാധിക്കുന്നില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് സാധിക്കുന്നില്ല. കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ മനസ്സിനകത്ത് ഇതുവരെ നീ ചോന്നു നടക്കുന്ന ഈ രണ്ട് എക്സ്ക്യൂസസ് ഇല്ലേ, ഇത് രണ്ടിനെ നീ ഒന്ന് എടുത്തു മാറ്റിയാൽ നിനക്ക് ഇപ്പോ സൗഖ്യം പ്രാപിക്കാൻ കഴിയും. അതായത് ഇത് സംഭവിക്കുന്നത് ശബത്ത് ദിവസമാണ്. ശബത്ത് ദിവസം നമുക്കറിയാം, ദൈവജനം വിശ്രമിക്കാൻ ദൈവം പ്രമാണത്തിലൂടെ അവർക്ക് നൽകിയ ദിവസമാണ് ശബത്ത് ദിവസം. അന്ന് അവര് സ്വസ്ഥമായിട്ടിരിക്കേണ്ട ദിവസമാണ്. ആ സ്വസ്ഥമായിട്ടിരിക്കേണ്ട ആ ദിവസം ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ ശബത്ത്, ആ ദിവസങ്ങൾക്കെല്ലാം അതിൻ്റെതായ പ്രാധാന്യവും പ്രത്യേകതകളും. ഈ ദൈവവചനത്തെ നമ്മൾ വായിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ സംഭവങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടെ തന്നെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ പ്രാധാന്യത്തെ വിട്ടുകളഞ്ഞ് സംഭവത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ആ സംഭവം അല്ല ഇമ്പോർട്ടൻസ്, അതിനകത്തുള്ള ഒരു മെസ്സേജ് നമ്മളോട് കർത്താവിന് പറയുന്നുണ്ട്. ആ മെസ്സേജിനാണ് പ്രാധാന്യം. ഇവിടെ ബെഥസ്ദ കുളത്തില് 38 വർഷം രോഗിയായ ഒരാൾ സൗഖ്യമായി. ആ വ്യക്തിയുടെ സൗഖ്യം ഇന്നിന്റെ പോലെയൊക്കെ ആയിരുന്നു. അവൻ കിടക്കെടുത്തണത് ശബത്ത് ദിവസമായിരുന്നു. ആ സംഭവങ്ങളെ അല്ലെങ്കിൽ ആ വിഷയത്തെ നോക്കി ആ ഒരു സംഭവത്തിലേക്ക് ഫോക്കസ് ചെയ്തല്ല നമ്മള് ഇതിനെ ബൈബിൾ വചനത്തെ മനസ്സിലാക്കുന്നത്. പകരമായി ഇതിനൊരു സന്ദേശം നമ്മളോട് കർത്താവിന് പറയാനുണ്ട്. അതായത് അവനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 38 വർഷമായിട്ട് ശാരീരികമായി ബലഹീനതയുള്ളവന്, ശാരീരികമായിട്ട് അനങ്ങാൻ കഴിയുന്നവനല്ല, ശാരീരികമായിട്ട് അവന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അവന് ശ്രമിച്ചു പലവട്ടം ശ്രമിച്ചു നേരത്തെ വെള്ളത്തിൽ പോയി ചാടാനായിട്ട്. ആരുടെയെങ്കിലും ഒരുപക്ഷെ പലരോടും അവൻ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ആരും തയ്യാറായില്ല. പക്ഷെ ഇവന്റെ അകത്ത് അവരോടുള്ള പ്രയാസം ഒരുപക്ഷെ ഇവന്റെ അകത്ത് വല്ലാതെ കടന്നിരിക്കാം. ഇവന്റെ അകത്ത് തന്നെ സെൽഫിറ്റി, എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള ചിന്ത. ഈ വചന കേൾവിയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വലിയ സന്ദേശം, ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് പറയാനുള്ള വലിയ സന്ദേശം എന്താണ്? നിങ്ങൾക്ക് ഒരു അത്ഭുതം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മാറേണ്ടത് നിങ്ങളുടെ ശരീരമല്ല, നിങ്ങളുടെ പുറമേ അല്ല, നിങ്ങൾ മാറേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ മനസ്സിൽ മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിനകത്തൊരു ഒരു ചിന്ത ഉണ്ടാവണം, എനിക്ക് സൗഖ്യമായേ പറ്റൂ. ആ സൗഖ്യത്തിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ രോഗങ്ങളുടെ എല്ലാം പുറകില്, പല വിധത്തിലുള്ള രോഗങ്ങളുടെ എല്ലാം പുറകില് നമുക്ക് ചില മാനസിക സംഘർഷങ്ങളെ കാണാൻ കഴിയും. ചിലരുടെ ജീവിതത്തിനകത്ത് അവർ വഹിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾ, നിരാശ, ഭാരം, ഇത് അവരുടെ ജീവിതത്തെ വല്ലാതെ തളർത്തിക്കളയുന്ന നമുക്ക് പലരിലും കാണാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചുമക്കുന്ന ഭാരവും പ്രയാസവും നിരാശകളും എല്ലാം, പല വ്യക്തികളോട് നിങ്ങൾ ചുമക്കുന്ന കയ്പ്, വ്യക്തികളോട് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന പക, വെറുപ്പ്, ഇതൊക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ചില വ്യക്തികളെ ഭയപ്പെടുന്നത്, പ്രിയപ്പെട്ടവർ, ഇത് നിങ്ങളുടെ അകത്തു നിന്ന് മാറ്റാമോ? നിങ്ങളുടെ അകത്ത് മാനസികമായിട്ട് നിങ്ങൾക്കുള്ള സംഘർഷങ്ങളെ അതിനെ ഒന്ന് പണിയാമോ? എങ്കിൽ കർത്താവ് നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുത സൗഖ്യം തരാനായിട്ട് കർത്താവിന് കഴിയും. അത് ഹാലോടി ഞാൻ പറയട്ടെ, സൗഖ്യം കർത്താവ് തരും എന്ന് പറയുന്നതിനപ്പുറത്ത് കർത്താവ് തന്ന സൗഖ്യത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ സത്യം, കുറച്ചുകൂടെ യാഥാർത്ഥ്യം, കുറച്ചുകൂടെ അതിന്റെ റിയൽ മീനിങ്ങിൽ വരുന്നത്. പ്രിയപ്പെട്ട, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, ഏത് തരത്തിൽ നിങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങളെ കൈപിടിച്ച് പൊക്കിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യർ നമുക്കെതിരെ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ നല്ലപോലെ ഓർമ്മയിലുണ്ടാകും. അവരെന്നെ കുറിച്ച് അപവാദം പറഞ്ഞു, മോശമായി സംസാരിച്ചു, അവരെന്നോട് മോശമായി പെരുമാറി, അവരെന്നെ മുറിപ്പെടുത്തി, അവരെന്നെ തളർത്തി. നമ്മുടെ മനസ്സിൽ അതെല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വളരെ റെക്കോർഡായിട്ട്, അത് ഡേറ്റും സന്ദർഭങ്ങളും അപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഏത് സാഹചര്യത്തിലാണ്, ഏത് ഡേറ്റ്, ഇതെല്ലാം ഓർമ്മയുണ്ട്. പക്ഷേ മനുഷ്യൻ നമ്മളോട് ചെയ്തത് ഓർക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം പോലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിനെ കുറിച്ച് ഓർക്കാനായിട്ട് നമ്മൾ ആ സമയം എടുക്കുന്നില്ല.
പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, മനുഷ്യൻ എന്ത് ചെയ്താലും അതിനൊന്നിനും എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തത് ഇതിനെല്ലാം അതീതമായതാണ്. നമുക്കറിയാം ചില സംഘടനകളിൽ ഒക്കെ ചിലര് അവർക്ക് അതിൻ്റെ ഒരു ഭരണ സംവിധാനമുണ്ട്. അതിനകത്ത് അവരത് കാര്യങ്ങൾ കമ്മിറ്റിക്കാരൊക്കെ കാണും. ആ കമ്മിറ്റിക്കാർ ഒരു കാര്യം തീരുമാനിക്കും, അവരെല്ലാം കാര്യം തീരുമാനിക്കും. എന്നാൽ ചില സംഘടനകളിൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് ഇവരെന്ത് തീരുമാനമെടുത്താലും അതിനെ മുഴുവൻ നിരാകരിക്കാൻ, തിരസ്കരിക്കാൻ, അതിനെ തള്ളിക്കളയാനുള്ള അധികാരമുണ്ട്, വീറ്റോ ചെയ്യാനുള്ള പവറുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ലോകം, സാഹചര്യം, നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ അറിവില്ലായ്മകളിലൂടെ എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും യേശുവിന്റെ ക്രൂശിലെ യാഗത്തിന് അതിനെ മുഴുവൻ നിരാകരിക്കാൻ, അതിനെ മുഴുവൻ തളർത്തിക്കളയാൻ, അതിനെ മുഴുവൻ ക്യാൻസൽ ആക്കാനുള്ള പവറുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ രോഗം വന്നതിന് എന്ത് കാരണമാണെങ്കിലും സൗഖ്യമാക്കാൻ കർത്താവിന് ശക്തിയുണ്ട്. കർത്താവിന് പ്രാപ്തനാണ്, അവനത് ചെയ്യാൻ ശക്തമായ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തുമാട്ടെ നിങ്ങൾ വിടുവിക്കാൻ കർത്താവിന് കഴിയും. അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ 38 വർഷമായിട്ട് അവന്റെ അകത്ത് അവൻ ചുമക്കുന്ന ഒരു പ്രയാസം, മനസ്സുകൊണ്ട് ഇവന് സ്വസ്ഥനല്ല. ശരീരം കൊണ്ട് അവന് അനങ്ങാൻ കഴിയുന്നില്ല, പക്ഷെ മനസ്സുകൊണ്ട് അവനാകെ അസ്വസ്ഥന. ശരീരം റെസ്റ്റില്ല, പക്ഷെ മനസ്സ് റെസ്റ്റ്ലെസ്സാണ്, അസ്വസ്ഥമാണ്. എന്നാൽ പ്രിയപ്പെട്ടവർ, അന്ന് കർത്താവിനോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാ, ഞാനതിന് ഇങ്ങനെ പറയാം, നിന്റെ അസ്വസ്ഥമായ മനസ്സിനെ സ്വസ്ഥമാക്കാമെങ്കിൽ ബലഹീനമായ നിന്റെ ശരീരം സ്വസ്ഥമായി, അതായത് ചലിക്കാൻ കഴിയാതിരിക്കുന്ന നിന്റെ ശരീരം ചലിക്കാൻ തുടങ്ങും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ മൈൻഡിനെ, റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന നിങ്ങളുടെ മാനസിക അവസ്ഥയെ ഹല്ലേലൂയ കർത്താവിലുള്ള സ്വസ്ഥത നിങ്ങൾ പ്രാപിക്കുമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഹല്ലേലൂയ ഇനാക്റ്റീവായിട്ട് ചലിക്കാൻ കഴിയാത്ത അവസ്ഥ, നിങ്ങളുടെ ശരീരത്തിന് ചലിപ്പിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനത, നിങ്ങളുടെ ശരീരത്തിന് വന്നിട്ടുള്ള ഏത് വലിയ പ്രതികൂലമാകട്ടെ അതിനെ മുഴുവൻ മാറ്റിമറിക്കാനായിട്ട്, നിങ്ങളെ വിടുവിക്കാനായിട്ട്, നിങ്ങളെ ശക്തരാക്കാനായിട്ട്, നിങ്ങളെ ബലം പകരാനായിട്ട്, നിങ്ങളെ ജീവിപ്പിക്കാനായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവ വചനത്തിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക്, അതായത് ഞാൻ പറയട്ടെ, നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമാക്കുന്നത്, അപ്പോൾ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുമെന്നല്ല ഞാൻ പറയുന്നത്, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയതാ. നിങ്ങളെ സൗഖ്യമാക്കിയ കർത്താവിന്റെ സൗഖ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അത് അനുഭവിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ടാണ്. ഇപ്പോഴ് ഹല്ലേലൂയ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തുന്ന ഭാരമെല്ലാം ഒന്ന് എടുത്തു കളയാമോ? നിങ്ങളുടെ ചിന്തകളെ കർത്താവിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാമോ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ കാര്യങ്ങളെ ചെയ്യാനായിട്ട് എൻ്റെ ദൈവം ശക്തനാണ്, വിശ്വസ്തനാണ്. യെസ്, ഹല്ലേലൂയ. നിങ്ങൾ ചിലരോടൊന്ന് ക്ഷമിക്കാമോ? നിങ്ങളുടെ അകത്തുള്ള കുറവുകളെയൊക്കെ ഒന്ന് മറക്കാമോ? അതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, സെൽഫ് പിറ്റി, എനിക്ക് കഴിയത്തില്ല, എനിക്ക് അസാധ്യമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന്. അതെ, നിങ്ങളുടെ ആ ഒരൊറ്റ ഏറ്റുപറച്ചില് നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ, കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. കർത്താവ്, ജീവിതത്തിൽ അവരാരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ പകയോ അകത്ത് സ്വസ്ഥതയില്ലായ്മ അവരെ ചുമക്കുന്നുണ്ടെങ്കിൽ, അവരത് ചുമക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. ദൈവിക സമാധാനം അവരുടെ ഹൃദയങ്ങളെ തൊടുമാറാകട്ടെ. കർത്താവ്, പ്രത്യേകിച്ച് കർത്താവ്, അങ്ങനെ അസ്വസ്ഥതകളാൽ, മാനസിക സംഘർഷങ്ങൾ കൊണ്ട് ശാരീരികമായ രോഗം ചുമക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ നിമിഷം തന്നെ കർത്താവെ, എല്ലാ ബലഹീനതകളും അവരുടെ ശരീരം വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാകട്ടെ, ഇപ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാകട്ടെ, ഇപ്പോൾ തന്നെ രോഗങ്ങൾ മാറട്ടെ, ആ മുറിവുകൾ ഉണങ്ങട്ടെ, ഭാരം മാറട്ടെ, ആ നിരാശകൾ മാറട്ടെ. ഈ നിമിഷം ഹല്ലേലൂയ, ആ 38 വർഷം രോഗക്കിടക്കയിൽ അവിടെ കിടന്നവനെ ഒറ്റ വാക്കുകൊണ്ട് അവൻ കിടക്കയെടുത്ത് നടക്കത്തൊക്കെ സൗഖ്യമാക്കിയ കർത്താവിന്റെ കരം ഇപ്പോൾ തന്നെ ഇവരെ തൊട്ട് വിടുവിച്ചതിനായിട്ട് നന്ദി കർത്താവ്. അത്ഭുതം ചെയ്തതിന് അങ്ങേക്ക് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവരെ, അവന്റെ ആ 38 വർഷം കടന്നവന്റെ ജീവിത ചരിത്രത്തെ മാറ്റിയവൻ നിങ്ങളുടെ ജീവിത ചരിത്രത്തെ മാറ്റാൻ ശക്തന. അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ
ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ്. ഞങ്ങൾ 3 പുസ്തകങ്ങളുണ്ട്. പുനഃസ്ഥാപനം ക്രിസ്തുവിൽ, അതുപോലെ തന്നെ സ്നാനം ക്രിസ്തുവിൽ. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്. അത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് സൗജന്യമായ പുസ്തകം ലഭ്യമാണ്. അത് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും പ്രയോജനപ്പെടും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നുവെങ്കിൽ ഞങ്ങളുമായി നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും പങ്കുവെക്കുക. ഒരുമിച്ച് കർത്താവിൽ നിലനിൽക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.